പ്രൈസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസ് കൂടും അല്ലേ. അപ്പോൾ അങ്ങനെ കൺസ്യൂമർ സർപ്ലസ് കൂടിക്കഴിഞ്ഞാൽ ദ ഇൻക്രീസ് ഇൻ ദ കൺസ്യൂമർ സർപ്ലസ് ഹാസ് 2 കോമ്പോണൻറ്റ്സ്. എന്തൊക്കെയാണെന്നറിയോ? ഈ ഇൻക്രീസ് ഇൻ ദ കൺസ്യൂമർ സർപ്ലസ് ഓഫ് എക്സിസ്റ്റിംഗ് ബയേഴ്സ്. അപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബയേഴ്സിൻ്റെ കൺസ്യൂമർ സർപ്ലസ് ഒന്നും കൂടെ ഇൻക്രീസ് ചെയ്യും. അതാണ് ഇവിടെ ഈ ഗ്രാഫിൽ ബി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, റെക്റ്റാങ്കിൾ മാർക്കഡ് ബി, അതാണ് ആ ഒരു എക്സിസ്റ്റിംഗ് ബയേഴ്സിൻ്റെ കൺസ്യൂമർ സർപ്ലസ് കൂടിയത്, കാരണം പ്രൈസ് കുറഞ്ഞപ്പോൾ. അതേപോലെ തന്നെ രണ്ടാമത്തെ കോമ്പോണൻ്റാണ് ഈ പ്രൈസ് കുറയുമ്പോൾ കൺസ്യൂമർ സർപ്ലസിൽ വരുന്നത്. കൺസ്യൂമർ സർപ്ലസ് അവൈലബിൾ ടു ന്യൂ ബയേഴ്സ്. പുതിയ ബയേഴ്സും എൻട്രി വരും അല്ലേ പ്രൈസ് കുറയുമ്പോൾ. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് ന്യൂ ബയേഴ്സിനും അവൈലബിൾ ആണ്. അപ്പം ന്യൂ ബയേഴ്സും സ്റ്റാർട്ടഡ് ബൈയിങ് ഡ്യൂ ടു ലോവർ പ്രൈസസ് ആയതുകൊണ്ട് തന്നെ. ഞാനന്ന് പറഞ്ഞ പോലെ ബുക്സ് വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അതിൻ്റെ റേറ്റൊക്കെ കൂടുതലായതുകൊണ്ട് ഞാനങ്ങനെ വാങ്ങാറില്ല. പക്ഷേ മീഷോയിലൊക്കെ ചീപ്പ് റേറ്റിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങി. അപ്പം എനിക്കും കൺസ്യൂമർ സർപ്ലസ് വന്നു. അപ്പം ഞാൻ മീഷോയിൽ പോയി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 250 എന്തായാലും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ശരിക്കും 150 എനിക്ക് കിട്ടി. അപ്പോൾ ആ 250 150 തമ്മിലുള്ള 100 rupees വ്യത്യാസമുണ്ടല്ലോ, അതാണ് എൻ്റെ കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് അവൈലബിൾ ടു ന്യൂ ബയേഴ്സ് എപ്പോൾ? ലോവർ പ്രൈസ് ആകുമ്പോൾ. ഓക്കെ, ലോവർ പ്രൈസ് ആകുമ്പോഴാണല്ലോ ന്യൂ ബയേഴ്സ് വരിക. അപ്പോൾ അങ്ങനെ രണ്ട് കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ ഗ്രാഫിൽ ദ ട്രയാങ്കിൾ സി ആണ് അത് കാണിക്കുക, ന്യൂ ബയേഴ്സിന് കൺസ്യൂമർ സർപ്ലസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നോർമൽ പ്രൈസിൽ പിയിൽ ക്വാണ്ടിറ്റി ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഡിമാൻഡ് കർവുമ്പോൾ ആ ക്യൂവും ഡിമാൻഡ് കർവും പ്രൈസും ഒക്കെ കൂടി വരുമ്പോൾ കണ്ടോ ഇക്വിലിബ്രിയം ആവണത്. ആ ക്വാണ്ടിറ്റി പ്രൈസും ഡിമാൻഡ് കർവും ടച്ച് ചെയ്യുമ്പോൾ എംയുവും പ്രൈസും ഈക്വൽ ആവും. അങ്ങനെ ആകുമ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഉണ്ടാവില്ല, അവിടെ ഇക്വിലിബ്രിയമാണ് സംഭവിക്കുക. അതേപോലെ തന്നെ ഇവിടെ പ്രൈസ് കുറഞ്ഞല്ലോ, അപ്പം ക്യൂന്ന് Q1 ആയി മാറി. അപ്പം ആ ഒരു ചെറിയ ട്രയാങ്കിൾ സി ഉണ്ടല്ലോ, അതാണ് ന്യൂ ബയേഴ്സ് വന്നത്. ന്യൂ ബയേഴ്സിനും കൺസ്യൂമർ സർപ്ലസ് അവൈലബിൾ ആയത്. ഓക്കെ, ഇനി അപ്ലിക്കേഷൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ്, ഇതിന് ഇമ്പോർട്ടൻറ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്. നമ്മൾ വെറുതെ സങ്കല്പമെന്നൊക്കെ വിചാരിക്കും, അല്ലെങ്കിൽ ഇതൊരു എക്കണോമിക്സ് അല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയരുതെന്ന്. ബിക്കോസ് ഇതിന് പ്രാക്ടിക്കലായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. കൺസ്യൂമർ ഹൂ പെർസീവ് ലാർജ് സർപ്ലസ് ആർ മോർ ലൈക്ലി ടു റിപ്പീറ്റ് ദെയർ പർച്ചേസസ്. അപ്പം ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഗെയിൻ ആണ് അല്ലേ. നെറ്റ് ഗെയിന് കൺസ്യൂമേഴ്സിന് കിട്ടുന്നതാണ്, ബെനിഫിറ്റാണ് കൺസ്യൂമേഴ്സിന് കിട്ടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് വെൽഫെയർ ആണല്ലോ, ദാറ്റ് പീപ്പിൾ ഗെയിൻ ഫ്രം കൺസ്യൂമിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എ ബിസിനസ്സിന്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദി എമൗണ്ട് ഓഫ് ദ കൺസ്യൂമർ സർപ്ലസ് എത്രയാണ് അവരുടെ കസ്റ്റമേഴ്സ് എൻജോയ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എമൗണ്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ ലാർജർ സർപ്ലസ് ഉള്ളവർ വീണ്ടും വീണ്ടും നമ്മളിൽ നിന്ന് തന്നെ വാങ്ങും. അപ്പോൾ അവർ കൺസ്യൂമേഴ്സ് എന്താ വിചാരിക്കുക, ഇവിടെ കുഴപ്പമില്ല, നല്ല ലാഭമാണ് ഇവിടെ എന്ന് പറയില്ലേ. അതായത് അവർ വിചാരിച്ചിട്ടുണ്ടാവുക ഒരു 150 രൂപയ്ക്ക് ആയിരിക്കും, പക്ഷേ ആ കടയിൽ നിന്ന്, ആ ഷോപ്പിൽ നിന്ന് അവർക്ക് ആ സംഭവം 100 രൂപയ്ക്ക് കിട്ടി. അപ്പോൾ നമ്മൾ പറയില്ലേ ഇവിടെ കുഴപ്പമില്ല, ഇവിടെ ലാഭമാണെന്നൊക്കെ പറയില്ലേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കസ്റ്റമേഴ്സ് ലാർജ് സർപ്ലസ് ആണ് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മോർ ലൈക്ലി ടു റിപ്പീറ്റ് ദെയർ പർച്ചേസസ്. അപ്പോൾ ഈ ലാർജ് സർപ്ലസ് കിട്ടുന്ന ഒരു ബിസിനസ് ഫേം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി അങ്ങനത്തെ കൺസ്യൂമേഴ്സിനെ. അപ്പോൾ റിപ്പീറ്റഡ് സെയിൽ കിട്ടുമ്പോൾ മോർ പ്രോഫിറ്റും കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദ സർപ്ലസ് ക്യാൻ ഹെൽപ്പ് ബിസിനസ് മാനേജേഴ്സ് ഇൻ ഡിസിഷൻസ് അബൌട്ട് സെറ്റിംഗ് പ്രൈസസ്. അതേപോലെ തന്നെ ഈ പ്രൈസ് സെറ്റ് ചെയ്യുമ്പോൾ ഡിസിഷൻസ് എടുക്കാനും ഈ നേച്ചറും എക്സ്റ്റെൻറ്റ് ഓഫ് ദ സർപ്ലസ് അറിഞ്ഞിരിക്കണം നല്ലതാണ്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ്സിന് തന്നെ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിൽ തന്നെ ഡിഫറെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഉണ്ടായിരിക്കുക. അതായത് ഇൻഇലാസ്റ്റിക്കുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടാവും, അതായത് പ്രൈസിനോട് വല്ലാണ്ട് റെസ്പോണ്ട് ചെയ്യാത്തവർ. പിന്നെ പ്രൈസിനോട് ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന കൺസ്യൂമേഴ്സ് ഉണ്ടാവും. എനിക്കുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡായിട്ടുള്ളവരുണ്ടാവുമല്ലോ, അവരിൽ നിന്ന് നമുക്ക് പ്രൈസ് ഡിസ്ക്രിമിനേഷനൊക്കെ ചെയ്യാം. അവർക്ക് മാത്രം പ്രൈസ് കൂടുതൽ കൊടുക്കാൻ പറ്റും. വില്ലിങ് ആൻഡ് ഏബിൾ ടു പേ ഹയർ പ്രൈസസ് ഫോർ ദ സെയിം പ്രോഡക്റ്റ് ആണെങ്കിൽ ദെൻ ഫേം ക്യാൻ പ്രോഫിറ്റബിളി ഇൻക്രീസ് പ്രൈസ്. അതായത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അത് മാർക്കറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും.
അപ്പോൾ ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡുള്ളവർ, റിച്ച് ആയിട്ടുള്ളവരിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങുന്നു, പിന്നെ ഈ ഇലാസ്റ്റിക് ഡിമാൻഡ് കാണിക്കുന്നവരിൽ നിന്ന് കുറവ് വാങ്ങുന്നു. അപ്പോൾ ഈ സെറ്റിംഗ് പ്രൈസസിനും ഈ കൺസ്യൂമർ സർപ്ലസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഉള്ളവർക്ക് ലാർജർ സർപ്ലസ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഈ ഇലാസ്റ്റിക് ആണ്, പെട്ടെന്ന് പ്രതികരിക്കും പ്രൈസിനോടെന്നുള്ളവർക്ക് എന്തായാലും കൺസ്യൂമർ സർപ്ലസ് വളരെ ലിറ്റിലായിരിക്കും. അപ്പോൾ അവരോട് എന്ത് ചെയ്യുക, അവരോട് പറയുമ്പോൾ പ്രൈസ് കുറച്ച് പറയാം. പിന്നെ ഈ ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ളവരോട് പറയുമ്പോൾ പ്രൈസ് കൂട്ടിയിട്ട് നമുക്ക് പ്രൈസ് സെറ്റ് ചെയ്യാൻ പറ്റും ബിസിനസ്സിന്. ചില ബിസിനസ് മെട്രോ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഈ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസൊക്കെ എടുക്കുന്ന സമയത്ത് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നോക്കും. അപ്പോൾ which takes into account extent of consumer surplus which the project may fetch. അപ്പം എത്ര കൺസ്യൂമർ സർപ്ലസ് ആയിരിക്കും നമ്മളെ ഫേമിന് കിട്ടുക. ഫേം ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ബിൽഡിങ് പണിയാണ്, ഇപ്പോൾ യൂസഫ് അലിക്ക് മാള് പണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസും അതിന് വേണ്ടിയിട്ടുള്ള ഈ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങണ സമയത്ത് അത് ഈ കൺസ്യൂമർ സർപ്ലസ് ഉള്ളിടത്തു നിന്നാണ് വാങ്ങുള്ളൂ. അതായത് നമുക്ക് എല്ലാതും കുറച്ച് തരാമെന്ന് പറഞ്ഞ പാർട്ടിക്ക് മാത്രമാണ് കോൺട്രാക്റ്റ് മൊത്തത്തിൽ കൊടുക്കുള്ളൂ. അപ്പം ആ കൺസ്യൂമർ സർപ്ലസും കൂടെ നമ്മൾ നോക്കും. പല എൻജിനീയേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏത് എൻജിനീയർ ആയിരിക്കും നമുക്ക് കൺസ്യൂമർ സർപ്ലസ് കൂടുതൽ തരിക, അപ്പോൾ അവർക്കായിരിക്കും എന്തായാലും ആ പ്രൊജക്റ്റ് കൊടുക്കുക. 4th പോയിൻ്റാണ് നോളജ് ഓഫ് ദ കൺസ്യൂമർ സർപ്ലസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കൺസ്യൂമർ സർപ്ലസിനെ പറ്റിയിട്ടുള്ള നോളജ് ഇമ്പോർട്ടൻ്റ് ആണ് വെൻ എ ഫേം കൺസിഡേഴ്സ് റേസിങ് ഇറ്റ്സ് പ്രൊഡക്റ്റ് പ്രൈസ്. അപ്പം പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൂട്ടിയിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും ആ ഫേം അറിഞ്ഞിരിക്കണം ഫേമിൻ്റെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എത്ര കൺസ്യൂമർ സർപ്ലസ് ആണ് കിട്ടണമെന്ന്. ഈ കൺസ്യൂമേഴ്സ് ഹു എൻജോയ്ഡ് ലിറ്റിൽ സർപ്ലസ് ആണ് എൻജോയ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഇനി ലിറ്റിൽ സർപ്ലസേ ഓൾറെഡി ഉള്ളൂ, പിന്നെ ഇപ്പോൾ പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തീരെ സർപ്ലസ് ഇല്ലാണ്ടാവും. അപ്പോൾ അവർ പറയും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടൊന്നും കാര്യമില്ല, അതിലും അത് ഇവിടെ നിന്ന് എടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാൽ മതി, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം കാരണം അവിടെ പ്രൈസ് കൂട്ടി എന്നൊക്കെ പറയില്ലേ. അപ്പം മേ നോ ലോങ്ങർ ബി വില്ലിങ് ടു ബൈ ദ പ്രൊഡക്റ്റ് അറ്റ് ഹയർ പ്രൈസസ്. അപ്പം ഹയർ പ്രൈസസിൽ വാങ്ങാൻ അവർ താല്പര്യപ്പെടില്ല. ആര് ലിറ്റിൽ സർപ്ലസ് ആണ് ഓൾറെഡി അവർക്ക് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തതാണ് കൺസ്യൂമർ സർപ്ലസ് ആക്ട് ആസ് എ ഗൈഡ് ടു ഫിനാൻസ് മിനിസ്റ്റർ ഓൺ ഡിസൈഡിങ്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ. ഈ പ്രൊഡക്ട്സ് ഓൺ വിച്ച് ടാക്സസ് ഹാവ് ടു ബി ഇമ്പോസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പം ടാക്സ് ഇമ്പോസ്ഡ് ചെയ്യേണ്ട പ്രൊഡക്റ്റുമേ ഈ ഏറ്റവും കൂടുതലായിട്ടുള്ള കൺസ്യൂമർ സർപ്ലസ് ഏതിനാണുള്ളത് അതുമ്മലായിരിക്കും ടാക്സ് കൂടുതലായിട്ട് ഇമ്പോസ് ചെയ്യുക. അപ്പം ടാക്സ് ഇമ്പോസ് ചെയ്യേണ്ട കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ, അതുപോലെ തന്നെ എക്സ്റ്റെൻറ്റ് ടു വിച്ച് കമ്മോഡിറ്റി ടാക്സ് ഹാസ് ടു ബി റേസ്ഡ്, കമ്മോഡിറ്റിയുടെ ടാക്സ് എത്രത്തോളം കൂട്ടണം, ഇനി പിന്നെ ഏതൊക്കെ പ്രൊഡക്റ്റുമേ ടാക്സ് വരുത്തണം, ഇമ്പോസ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ ഇൻക്രീസ്ഡ് ടാക്സസ് ഓർ ഇമ്പോസ് ടാക്സസ്, ഒന്നില്ലെങ്കിൽ ടാക്സ് ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാൻ, ടാക്സ് ഇല്ലാത്തതുമ്പോഴൊക്കെ ടാക്സ് ഇമ്പോസ് ചെയ്യിക്കാൻ, അത് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് അറിയണം. ഓൺ കമ്മോഡിറ്റീസ് yielding ഹൈ കൺസ്യൂമർ സർപ്ലസ് ലോസ് ഓഫ് വെൽഫെയർ ടു സിറ്റിസൻസ് വിൽ ബി മിനിമൽ. അപ്പം ഈ ഓൺ കമ്മോഡിറ്റീസ് yielding ഹൈ കൺസ്യൂമർ സർപ്ലസ് ആണെങ്കിൽ ഈ ടാക്സ് ഇൻക്രീസ് ചെയ്യും. നല്ല എക്സാമ്പിളാണ് ലിക്കറിനൊക്കെ ഹൈ കൺസ്യൂമർ സർപ്ലസ് ആണ്. അതായത് അവർ വില്ലിങ്ങും ഏബിളും ആണ്, പേ ചെയ്യാൻ അവർ റെഡിയാണ്. അപ്പം ടാക്സ് അവരെ കൊണ്ട് അത് ഉപയോഗിക്കാതിരിപ്പിക്കലാണ് ഗവൺമെൻറ്റിൻ്റെ പണി എന്ന് പറഞ്ഞാൽ. അപ്പം ഗവൺമെൻറ് ഇങ്ങനെ കൂട്ടും എന്നാലും ആൾക്കാർ വാങ്ങും. ഇപ്പം ശരിക്കും ലിക്കറിനൊക്കെ 100 റുപ്പീസേ ഉള്ളൂ, പക്ഷേ ടാക്സൊക്കെ കൂടി വന്ന് 300, 350 ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ലോസ് ഓഫ് വെൽഫെയർ ടു സിറ്റിസൻസ് വിൽ ബി മിനിമൽ. അപ്പം ഗവൺമെൻറ്റിലെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ പുരോഗതിയാണ്. അപ്പം ആളുകളുടെ പുരോഗതി പോകുന്ന സംഭവങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും, ഗവൺമെൻറ് ടാക്സ് ചുമത്തും കൂടുതലായിട്ട്. അപ്പം ഹൈ കൺസ്യൂമർ സർപ്ലസ് ഉള്ളതിൽ എന്തായാലും ടാക്സ് ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. സോ ഈ 5 കാര്യങ്ങളാണ് കൺസ്യൂമർ സർപ്ലസിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി കൺസ്യൂമർ സർപ്ലസിന് ലിമിറ്റേഷൻസും ഉണ്ട്. ഓഫ് കോഴ്സ് കണ്ടോ, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ അല്ലെങ്കിൽ ഇല്ലൂസറി. അപ്പോൾ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം.
ഹൈപ്പോത്തറ്റിക്കലാണ്, അതൊരു ഇമാജിനറി ഈ ആൽഫ്രഡ് മാർഷൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ ഈ സർപ്ലസ് സാറ്റിസ്ഫാക്ഷൻ കനോട്ട് ബി മെഷേർഡ് ആക്യുറേറ്റ്ലി. കൃത്യമായിട്ട് നമുക്ക് ഈ സർപ്ലസ് സാറ്റിസ്ഫാക്ഷന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ അല്ലേ. പിന്നെ സബ്ജക്റ്റീവാണ്, റിലേറ്റീവാണ്. അപ്പം ഓരോരുത്തരെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ കാരണം തന്നെ അതന്നെ വലിയൊരു ലിമിറ്റേഷനാണ്. യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റാത്ത തന്നെ വലിയ ലിമിറ്റേഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നതും, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. അപ്പം ഈ യൂട്ടിലിറ്റി തന്നെ മെഷർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൺസ്യൂമർ സർപ്ലസ് തന്നെ ഫോൾസ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതിനും കുറേ ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് കനോട്ട് ബി മെഷേർഡ് പ്രിസൈസ്ലി. അതായത് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ദ മാർജിനൽ യൂട്ടിലിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് എ കമ്മോഡിറ്റി കൺസ്യൂംഡ് ബൈ എ പേഴ്സൺ. മാർജിനൽ യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, മാർജിനൽ യൂട്ടിലിറ്റി ആണല്ലോ വില്ലിംഗ് ടു പേ, അത് മെഷർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഈ വില്ലിംഗ് ടു പേ മൈനസ് ആക്ച്വലി പെയ്ഡ് ആണല്ലോ കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല കൃത്യമായിട്ട്. ഏകദേശമൊക്കെ നമുക്ക് പറയാം, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 20, 30 അങ്ങനെയൊക്കെയുള്ള നമ്പേഴ്സ് വെച്ച് പറയാം അങ്ങനെ. പിന്നെ ഈ നെസസറി വാണ്ട്സ് ഉണ്ടാവുമല്ലോ, അത്യാവശ്യ സമയത്തുള്ള എമർജൻസി, എത്ര പൈസ മുടക്കാനും തയ്യാറായിട്ടുള്ള ഒരു സമയം. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഏർലിയർ യൂണിറ്റ്സ് ആർ ഇൻഫൈനൈറ്റ്ലി ലാർജ്. ഈ അത്യാവശ്യ സമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിക്കതച്ച് വന്നിട്ട് ഒരു സ്പൂൺ വെള്ളം കുടിക്കണത്, ഒരു സ്പൂൺ വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് അടുത്ത സ്പൂണിൽ ഭയങ്കര കൂടുതലായിട്ടുള്ള അടുത്ത സ്പൂൺ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതാണ് അല്ലേ. ഒരു സ്പൂൺ വെള്ളം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പം ഒരു സ്പൂണിന് അടുത്ത അഡീഷണൽ സ്പൂൺ എടുക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കൂടുകയാണ് ചെയ്യുക. ഇൻഫൈനൈറ്റ്ലി ലാർജ് എന്നാണ് പറയുക. നമുക്ക് അളക്കാൻ പോലും പറ്റില്ല അല്ലേ. എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ ആണെങ്കിൽ നമുക്കൊരിക്കലും ഈ കൺസ്യൂമറുടെ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻഫൈനൈറ്റ്ലി ലാർജ് ആയിരിക്കും. കൺസ്യൂമർ എത്ര രൂപ വേണമെങ്കിലും പൊടിക്കാൻ തയ്യാറാണ്. വില്ലിംഗ് ടു പേ എന്നുള്ളത് ഭയങ്കര ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇറ്റ്സ് ഓൾവേസ് ഇൻഫൈനൈറ്റ് എമർജൻസി സിറ്റുവേഷൻസിൽ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയെങ്കിലും ആളെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. MU എന്ന് പറഞ്ഞാൽ വില്ലിംഗ് ടു പേ ആയിട്ടുള്ളത് ഇൻഫൈനൈറ്റ്, എത്ര കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ എത്ര കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞാൽ അവിടെ മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം ആ MU മൈനസ് അല്ലെങ്കിൽ ഈ വില്ലിംഗ് ടു പേ മൈനസ് ആക്ച്വൽ പെയ്ഡ് ആണല്ലോ കൺസ്യൂമർ സർപ്ലസ് കണ്ടുപിടിക്കാൻ പറ്റുക അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഫസ്റ്റത്തെ വില്ലിംഗ് ടു പേ തന്നെ നമുക്ക് അറിയില്ലെങ്കിൽ എങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് കാണാൻ പറ്റുക? കൺസ്യൂമർ സർപ്ലസ് ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ അല്ലേ. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് എന്നൊക്കെ പറയാം, നമുക്ക് അളക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. പിന്നെ ഇറ്റ് ഈസ് എഫക്റ്റഡ് ബൈ ദ അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ വില കൂട്ടിക്കോ, ഞങ്ങൾ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പോവും അല്ലേ. കൺസ്യൂമർ സർപ്ലസിന് അങ്ങനൊരു പ്രത്യേകത ഉണ്ട്. കൺസ്യൂമർ സർപ്ലസ് ഇല്ല എന്ന് ആൾക്കാർക്ക് തോന്നിക്കഴിഞ്ഞാൽ വേറെ ഷോപ്പിലേക്ക് പോയിട്ട് വാങ്ങും. ഓക്കെ, അപ്പം അങ്ങനെയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് കുറേ ഉണ്ട്. ഇപ്പോൾ ബൂസ്റ്റ്, ഹോർലിക്സ്, അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ബൂസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഈ കൺസ്യൂമർ സർപ്ലസ് ചിലപ്പോൾ കൂടുതലായിരിക്കും ദാൻ ഹോർലിക്സ്. അപ്പോൾ നമ്മൾ ബൂസ്റ്റാണ് വാങ്ങുക. അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും കൺസ്യൂമർ സർപ്ലസിനെ. ലിറ്റിൽ കൺസ്യൂമർ സർപ്ലസ് ഒരു പ്രൊഡക്റ്റിന് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിന് കുറച്ചും കൂടെ കൺസ്യൂമർ സർപ്ലസ് കിട്ടുന്നു തോന്നുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾക്ക് അനുസരിച്ച് എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അടുത്താണ് നോ കൺസ്യൂമർ സർപ്ലസ് ഫോർ ഗുഡ് ഓഫ് പ്രസ്റ്റീജ് വാല്യൂ. പ്രസ്റ്റീജ് വാല്യൂവിന് അങ്ങനെ കൺസ്യൂമർ സർപ്ലസ് ഒന്നുമില്ല. കൺസ്യൂമർക്ക് നമ്മളെപ്പോഴും വില്ലിംഗ് ടു പേ അല്ല കൂടുതൽ, മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും എപ്പോഴും ഹൈ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഈ പ്രസ്റ്റീജ് വാല്യൂ ഉള്ള ഗുഡ്സിൻ്റെ പ്രൈസ് പ്രിവെയിലിംഗ് ഇൻ ദ മാർക്കറ്റ് ആയിരിക്കും എപ്പോഴും വലുത്. ഡയമണ്ട്സിനൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും എന്തായാലും ഡയമണ്ടിൻ്റെ ഒക്കെ റേറ്റ് ഒരു ജ്വല്ലറി ഷോപ്പിൽ പോയാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും വൻ റേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും കൂടുതലുണ്ടാവുക ദാൻ ഈ മാർജിനൽ യൂട്ടിലിറ്റി. അപ്പം അങ്ങനെ വന്നാൽ കൺസ്യൂമർ സർപ്ലസ് എന്താണ്? 0 ആണ്, അല്ലെങ്കിൽ നോ കൺസ്യൂമർ സർപ്ലസ് അല്ലേ. കൺസ്യൂമർ സർപ്ലസ് എപ്പോഴാണ് വരിക? MU ഈസ് ഗ്രേറ്റർ ദാൻ പ്രൈസ് ആകുമ്പോഴാണ്. വില്ലിംഗ് ടു പേ ഈസ് ഗ്രേറ്റർ ദാൻ ദ പ്രിവെയിലിംഗ് പ്രൈസ് ഇൻ ദ മാർക്കറ്റ്. പക്ഷെ ഇവിടെ ഈ വില്ലിംഗ് ടു
പേ അല്ലെങ്കിൽ ഈ മാർജിനൽ യൂട്ടിലിറ്റി ആണ് ചെറുത് പ്രൈസിനേലും. പ്രൈസാണ് ഇവിടെ വലുത്. അപ്പം കൺസ്യൂമർ സർപ്ലസ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ ഈ കൺസെപ്റ്റ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴാണെന്ന് അറിയാം. ഓൺലി ഇഫ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് മണി രീതിയിൽ യൂട്ടിലിറ്റി അളക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഈ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി, അത് നമുക്ക് മണി രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ കൺസ്യൂമർ സർപ്ലസ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വില്ലിങ് ടു പേ ആണ്. അപ്പോൾ എത്ര രൂപയാണ് വില്ലിങ് ടു പേ എന്നുള്ളത് മണിയിൽ അളക്കാൻ പറ്റില്ല. ഈ യൂട്ടിലിറ്റി കനോട്ട് ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് മണി ആണല്ലോ. അപ്പം അതും കൂടി ആയതോടുകൂടെ ഈ ഒരു കൺസെപ്റ്റിൻ്റെ വാലിഡിറ്റി പോയി എന്നാണ്. കൺസെപ്റ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ്, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എപ്പോഴാണ് ഈ കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളത്. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ്, നമ്മൾ മനസ്സിൽ എത്ര രൂപ ചിലവാക്കാൻ ആണ് ആ യൂട്ടിലിറ്റി നമ്മളോട് പറഞ്ഞത്. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വില്ലിങ് ടു പേ അല്ല, അല്ലെങ്കിൽ വില്ലിങ് ടു ബൈ ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ സമയത്ത് ആ ഒരു പ്രൈസും വില്ലിങ് ടു പേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രൈസിനെ നമുക്ക് കണക്കാക്കാനായിട്ട് മണിയുടെ രൂപത്തിൽ നമുക്കതിനെ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതും ഇതിൻ്റെ ഒരു വലിയ ലിമിറ്റേഷനാണ്. ആൽഫ്രഡ് മാർഷൽ ഒക്കത്തിനും ഇങ്ങനെ മുൻകൂർ ജാമ്യം പറഞ്ഞേക്കും. മാർഷൽ assumed that the marginal utility of money remains constant, but this assumption is unrealistic. ആക്ച്വലി മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റോക്ക് ഓഫ് മണി നമ്മൾ ഡിമിനിഷ് ചെയ്യില്ലേ, അതൊന്നും നോക്കണ്ട എന്നാണ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു അസംഷൻ ആണെന്നാണ് വേറെ എക്കണോമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ലിമിറ്റേഷൻ. മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല. നെസസറീസിൻ്റെ കേസ് പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഭയങ്കര ഇൻഫൈനൈറ്റാണ്. അപ്പോൾ അതും മെഷർ ചെയ്യാൻ പറ്റില്ല. നെസസറി വോൺസ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഈ പ്രസ്റ്റീജ് ഗുഡ്സിനാണെങ്കിലോ നോ കൺസ്യൂമർ സർപ്ലസ്, നമുക്ക് ഇങ്ങോട്ട് കിട്ടല്ല, നമ്മളെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുക. അങ്ങനെ 6 ലിമിറ്റേഷൻസ് ഈ കൺസ്യൂമർ സർപ്ലസിനുണ്ട്. വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.